ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് 2 സെക്കൻഡ് സമയം മാത്രം മതി. സോ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. യെസ്, ഫൈനലി ജോസെ മൗറീനിയോ ടോട്ടൻഹാം ഹോട്ട്സ്പറുമായിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി അവരുടെ പുതിയ ഹെഡ് കോച്ച് എന്ന് പറയുന്നത് ജോസെ മൗറീനിയോ ആണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് AS റോമയിൽ നിന്നാണ് അദ്ദേഹം ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ സൈൻ ചെയ്യുന്നത്. നമുക്കറിയാം ജോസെ മൗറീനിയോ വേറെ ലെവൽ കോച്ചാണ്. സോ അദ്ദേഹം വരുന്നത് എന്തുകൊണ്ടും ടോട്ടൻഹാം ഹോട്ട്സ്പറിന് വേറെ ലെവൽ ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിക് മോണ്ടഗ്മോറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അത് നിക് മോണ്ടഗ്മോർ അവസാനമായിട്ട് കളിച്ചത് വൂൾസിന് വേണ്ടിയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അത് ഇന്ന് അഡ്രിയാൻ ലൂണ, അതായത് അഡ്രിയാൻ ലൂണയുടെ കോൺട്രാക്റ്റ് പുതുക്കി അല്ലെങ്കിൽ അഡ്രിയാൻ ലൂണ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള അതിൻ്റെ ക്ലൂവും അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു 2 വൂൾഫും അതെല്ലാം ചിലപ്പോൾ നിക് മോണ്ടഗ്മോറിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം അവസാനമായി കളിച്ചിരിക്കുന്നത് വൂൾസിന് വേണ്ടിയാണ്. സോ നിക് മോണ്ടഗ്മോറും മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചാകാൻ വലിയ സാധ്യത തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ക്ലൂവിന് മണ്ടയ്ക്ക് വേറെ ഒരു ക്ലൂ അത് തന്നെ പറയണം. കാരണം അഡ്രിയാൻ ലൂണയുടെ ടൈമിൽ തന്നെ മറ്റൊരു ക്ലൂവും കൂടെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നിരിക്കുകയാണ്. എനിക്ക് തോന്നും നിക് മോണ്ടഗ്മോർ ആയിരിക്കുമെന്ന്. കാരണം അഡ്രിയാൻ ലൂണയെ സൈൻ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് കാര്യങ്ങൾ എല്ലാം എക്സാമിൽ വന്നിരുന്നു. അദ്ദേഹം 3 വർഷത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്ന കാര്യത്തിലൊക്കെ എന്തായാലും അതുപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും നിക് മോണ്ടഗ്മോർ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കോച്ചെന്ന്.